ഇന്നലെ ശോഭാ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു പോസ്റ്റ് വന്നതോടുകൂടി തന്നെ വളരെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയ ഒരു കാര്യമാണ് കേരള BJPയിൽ ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനാണോ വരുന്നത് എന്നതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും നിലവിലത്തെ സമയത്ത് ഈ പറയുന്ന രീതിയിൽ BJPയിലുടനീളം ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരെ എല്ലാം തന്നെ മാറ്റി പുതിയ വ്യക്തികളെ കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് സ്വാഭാവികമായിട്ടും കേരളത്തിലും അങ്ങനെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സുരേന്ദ്രൻ്റെ കാലാവധി തീർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുരേന്ദ്രൻ്റെ സ്ഥാനം ഏത് നിമിഷം വേണമെങ്കിലും മാറാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് സുരേന്ദ്രൻ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ കേന്ദ്രമാണ് അത് തീരുമാനമെടുക്കേണ്ടത്. അന്തിമ തീരുമാനം കേന്ദ്രത്തിൻ്റെ തന്നെയാണ്. എന്തായാലും കേരളത്തിലും ഈ പറയുന്ന രീതിയിൽ കേരള BJP അടിമുടി മാറ്റത്തിനായി തന്നെയുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു ഡൽഹിയിലോട്ടുള്ള പോക്കെന്ന് പറയുന്നതും അവിടെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായെ കാണുന്നതും. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ തന്നെ ഫേസ്ബുക്കിലിട്ട ആ ഒരു പോസ്റ്റും അതിനോടൊപ്പം എഴുതി ചേർത്ത ആ ഒരു കാര്യങ്ങളും തന്നെയാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് കേരള BJPയെ എന്തുകൊണ്ടും മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് എല്ലാ തരത്തിലും യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ BJPയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരാളെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിൽ അത് ശോഭാ സുരേന്ദ്രനിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരള BJPയിൽ ഇനിയിപ്പോൾ ഒരു വനിതാ അധ്യക്ഷ തന്നെയാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം, കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അന്തിമ തീരുമാനം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഈ പറയുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രന് എന്ത് ചുമതലയാണ് നൽകാൻ പോകുന്നത്, വലിയൊരു അഴിച്ചുപണി തന്നെയാണോ കേരള BJPയിൽ കേന്ദ്രം ഉദ്ദേശിക്കുന്നതെന്നും സുരേന്ദ്രൻ മാറുന്ന ആ ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത്, അതോടൊപ്പം തന്നെ ശോഭയ്ക്ക് നൽകുന്ന ചുമതല അത് അധ്യക്ഷ പദവി തന്നെയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചുമതലകളാണോ ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നു ചേരുന്നത് എന്നത് ഒരു ചോദ്യമായി തന്നെ എല്ലാവരിലും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ പറയുന്ന തരത്തിൽ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നദ്ദയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന തരത്തിൽ ഫെബ്രുവരിയോട് കൂടി തന്നെ എല്ലാ അർത്ഥത്തിലും, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മാറ്റങ്ങളും കേന്ദ്രത്തിൽ തന്നെ ദേശീയ അധ്യക്ഷനും പുതുതായി വരുന്ന ആ ഒരു കാര്യവും ഫെബ്രുവരിയോടുകൂടി തന്നെ അത് ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് BJPക്കുള്ളത് എന്നുള്ളത് വാസ്തവമാണ്. അതായത് ഫെബ്രുവരിയോട് കൂടി തന്നെ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് BJP ദേശീയ അധ്യക്ഷനെ ഉൾപ്പെടെ പുതുതായി നിയമിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ ഡൽഹിയിലെ സന്ദർശനവും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള ആ ഒരു കൂടിക്കാഴ്ചയും. അത് തീർച്ചയായിട്ടും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ശോഭാ സുരേന്ദ്രന്റെ പേരൊക്കെ വളരെ വലിയ തോതിൽ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭ വരണം എന്നുള്ള തരത്തിലൊക്കെ തന്നെ. എന്തായാലും അതിനൊരു പച്ചക്കൊടി തന്നെയാണോ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശോഭ BJPയുടെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് തീർച്ചയായിട്ടും കേരള BJPയിൽ അടിമുടി മാറ്റത്തിനുള്ള ഒരു തുടക്കം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭയെപ്പോലെ തന്നെ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ് ഒരിക്കലും ഒരു സൈഡിലേക്ക് ഒതുങ്ങി മാറേണ്ടതോ അല്ലെങ്കിൽ ഒതുക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള വ്യക്തിയല്ല. ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന സ്ഥാനം തന്നെ BJPയിൽ എല്ലാ തരത്തിലും കിട്ടേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. എന്തായാലും അതിനുള്ള ഒരു ശുഭസൂചനയായിട്ട് തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അമിത്ഷാ കൂടിക്കാഴ്ച ആ ഒരു തരത്തിൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മാസത്തോടു കൂടി തന്നെ കേരള BJPയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രനു പകരം ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനമാണോ ഉറപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.